നമ്മുടെ ഈ കൊച്ചു ഓഫീസിൽ വരാൻ തോന്നിയല്ലോ. കൊച്ചു ഓഫീസ് ചെറുതാണെങ്കിലും നിന്റെ ബാങ്ക് ബാലൻസ് വലുതാണെന്ന് ഞാൻ അറിഞ്ഞു. എവിടെ പോരാ നീലേ, ഈ കാശെറിഞ്ഞ് കാശ് വരുന്ന പരിപാടിയുടെ പേരാണല്ലോ ബിസിനസ്. അങ്ങനെ എറിയാൻ മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമത്തില എൻ്റെ കളി. ആ കളി ഒന്ന് വലുതാക്കിയാലോ? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിനുള്ളൊരു പദ്ധതിയും കൊണ്ടാ നീല് വന്നിരിക്കുന്നത്. പാർട്ണർഷിപ്പാണോ? അതെ, അത് പക്ഷേ എനിക്കല്ല, ഒരു ലേഡിക്കാ. ലാഭമൊന്നും കൊടുക്കണ്ട, മുതലും കൊടുക്കണ്ട. അതെന്ത് പാർട്ണർഷിപ്പാ? അവര് പങ്കാളിയാവാൻ പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട, നീല് എന്നെ പറയും. കേട്ടപ്പോ എനിക്ക് അട്രാക്റ്റീവായി തോന്നി. ഞാനാ നിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പറ. ഞങ്ങൾ വന്നത് ഒരു കല്യാണാലോചന കൊണ്ടാ. നല്ല കുട്ടിയാ, ആളെ നീ അറിയും. പണ്ടിവിടെ ഒരു ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട. ഓ, അവരോ? അതിലാരാ? വേദ. ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് വേദയും ഞാനും കുറച്ച് അടുപ്പത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാ സ്വാതി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങിയതോടെ അവളൊരു പ്രതിസന്ധിയിലായി. വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം അറിയുന്ന ഒരാൾ കെട്ടണമെന്നാണ് ഡിമാൻഡ്. അത് ന്യായമാണല്ലോ. അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നല്ല കുട്ടിയെ വേദ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണ്ട. നല്ലോണം ആലോചിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ യെസ് പറയണം. ആ കുട്ടിയുടെ അന്നത്തെ പെരുമാറ്റം അതത്ര നല്ലതായിരുന്നില്ല. ഒരിക്കലും അതുപോലൊരു പെൺകുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമായിരുന്നു അത്. അത് അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ചതല്ലേ? ഞാൻ വേറെ ജാതിക്കാരനായി പോയി, അല്ലെങ്കിൽ ഞാൻ കിട്ടിയേനെ. ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നെങ്കിലും അതിര് വിട്ടൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അതോർത്ത് നീ പേടിക്കണ്ട. നിന്നെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കണം. ആ പെണ്ണിന്റെ അച്ഛൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. കിട്ടിയാൽ അത് മുഴുവൻ നിനക്ക് കിട്ടും. കാശ് എനിക്ക് വേണം, പക്ഷേ ഇങ്ങനൊരു വഴിയിലൂടെ ഏതായാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ, വിവരം അറിയിക്കാം. മതി, അത് മതി. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും വേഗം പറയണം. പറയാം.